അവനിവനെന്നു പറയുന്നതോർക്കുകിൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം. ഈ ആത്മീയ അന്ധത്വം ബാധിച്ചപ്പോൾ എന്ത് പറ്റി? നമ്മുടെ ആൾക്കാരും നിങ്ങളുടെ ആൾക്കാരും. അപ്പൊ ലോകം എവിടേക്ക് പോകും? സ്വാഭാവികമായിട്ടും ഒരു യുദ്ധത്തിലേക്ക് കടന്നേ മതിയാകും. യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്താണ്? നമുക്കിവിടെ അമ്പും വില്ലുണ്ടായിരുന്നിരിക്കും, പിന്നീട് വാളൊക്കെ കാണും, പിന്നീട് തോക്കായി, പിന്നീട് പീരങ്കിയായി, പിന്നെ ചെറിയ ചെറിയ ബോംബുകളായി, അത് വലുതായി വലുതായി ഇപ്പോൾ എല്ലാം നശിപ്പിക്കുന്ന അണുബോംബുകളുമായി. അണുബോംബ് വെച്ചുള്ളൊരു യുദ്ധം നടക്കുകയാണെങ്കിൽ എല്ലാത്തിനെയും പണി തീരും. അപ്പൊ അതിന് ശേഷം എന്ത് സംഭവിക്കും? അത് ഐൻസ്റ്റീനോട് ചോദിച്ചു. അപ്പൊ ഐൻസ്റ്റീൻ പറഞ്ഞു, മൂന്നാമതൊരു ലോകമഹായുദ്ധം ഉണ്ടായാൽ നാലാമതുണ്ടാവില്ല. കാര്യത്തിൽ മിക്കവാറും എല്ലാത്തിൻ്റെയും പണി തീരും. ഉണ്ടെങ്കിൽ തന്നെ കവണിയും ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്, വേറെ ആയുധങ്ങളും ഉണ്ടാവില്ല. ഭൂമിയിലെ സംസ്കാരം, മനുഷ്യ സംസ്കാരം നശിച്ചു പോകുമെന്നാണ്. പക്ഷെ അതിനുശേഷം അവശേഷിക്കും. ഒന്നും അവശേഷിക്കുകയില്ലെങ്കിൽ പിന്നെ ഈശ്വരൻ വന്നിട്ട് കാര്യമില്ലല്ലോ, ഒരു നന്മയിലേക്ക് തിരിയും. പക്ഷേ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? തിന്മയുടെ നാശം. അതെങ്ങനെയായിരിക്കും? തിന്മ കൊണ്ട് തന്നെയായിരിക്കും. ഏറ്റവും വലിയ തിന്മ എന്താണ്? യുദ്ധമാണ്. അപ്പോൾ ആ സമയത്ത് വീടുകളിലും യുദ്ധമായിരിക്കും എന്നാണ് പറയുന്നത്. രാജ്യങ്ങൾ തമ്മിലെ യുദ്ധങ്ങൾ, മതങ്ങൾക്ക് അകത്ത് യുദ്ധം വരും, മതങ്ങൾ തമ്മിൽ യുദ്ധം വരും. ഈ ബൈബിളിലൊക്കെ പറയാറില്ലേ, രാജ്യം രാജ്യത്തോടും മനുഷ്യൻ മനുഷ്യനോടെല്ലാം കുലം കുലത്തിനോടെല്ലാം അടിക്കുന്ന എല്ലാവർക്കും യുദ്ധഭ്രാന്തായിരിക്കും. നമ്മൾ കാണുന്നില്ലേ, ക്രൂരത വർദ്ധിച്ച് വർദ്ധിച്ച് വരാല്ലേ. നമ്മുടെയൊക്കെ നാട്ടിലെ കൊട്ടേഷൻ സംഘം ഉണ്ടായിരുന്നു, പൈസ കൊടുത്താൽ കൊല്ലാന്നേ. ഹിംസ വ്യാപിക്കുന്ന വ്യാസമർഷ പറഞ്ഞിരിക്കുന്നു. മദ്യപാനശീലം വ്യാപിക്കും, വ്യഭിചാരം. നമുക്കറിയാം, കൊച്ചു പെൺകുട്ടികളെ പോലും ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയാണ്. ആയുധങ്ങൾക്ക് വേണ്ടിയൊക്കെ കുട്ടികളെയൊക്കെ ഇഷ്ടം പോലെ കൊല്ലുന്ന ധാരാളം വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ക്രൂരത ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രൂരത അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഈ മഹാഭാരത യുദ്ധ സമയം. നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത് അവിടെയാണ് എന്നൊന്ന് തിരിച്ചറിയുക. ഇതാണ് ഗീതയെ പറയുന്നത്, ഭൂരിഭാഗം പേരും തിരിച്ചറിയില്ല. കരുതണെങ്കിൽ മനുഷ്യന് ഓടാല്ലേ, അവന്റെ ഈ താൽക്കാലികമായ സുഖത്തിന് വേണ്ടി ഓടാണ്. ഒന്ന് നടുക്കേറിയെന്ന് ഒന്ന് ചിന്തിച്ചേ. ഇങ്ങനെയൊക്കെ ഒരു സമയമായി എന്ന് പറഞ്ഞാൽ അതൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് മനുഷ്യനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടം ഒന്നും നിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഒരു ഭയാനകമായ പൊട്ടിത്തെറിയിലാണ് നമ്മൾ പോയി നിൽക്കുന്നതെങ്കിൽ അവിടെ ഈശ്വരന് പോലും നമ്മളെ ഈശ്വരീയമായ രീതിയിൽ രക്ഷിക്കാൻ പറ്റില്ല. പ്രകൃതിയുടെ ഒരു ദാരുണമായ പ്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ടി വരും. അതുകൊണ്ടാണ് അർജുനോട് പറഞ്ഞത്, ഞാൻ പറയേണ്ട ചില രഹസ്യങ്ങൾ നിന്നോട് പറഞ്ഞു, നീ ഇഷ്ടം പോലെ തീരുമാനിച്ചുകൊള്ളുക, പക്ഷെ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ എന്ന് ഓർത്തോളണം. കരുതണമെങ്കിൽ ഈശ്വരൻ പോലും വിചാരിച്ചാൽ തടുക്കാൻ പറ്റാത്ത ഒരു ഭയാനകമായ പ്രതിസന്ധിയിലേക്ക് ലോകം പോകാം. അവിടെ ഈശ്വരൻ തന്റെ ഭക്തരെ എങ്ങനെ രക്ഷിക്കും? നോക്കൂ, അർജുനൻ അവിടെ ജീവാത്മാവായിട്ട് കാണിച്ചിരിക്കുന്നത്, ശ്രീകൃഷ്ണൻ അവിടെ പരമാത്മാവായിട്ട് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഈ അർജുനന്റെ കൂടെ കൃഷ്ണൻ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അർജുനനെ ഭാര്യയെ പണയം വയ്ക്കേണ്ട ഗതികേട് വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കൊള്ളണം. നമുക്ക് ഇപ്പം ആ ഗതികേട് വന്നിട്ടില്ല, പക്ഷെ ഇതെല്ലാം നമ്മുടെ നാട്ടിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ സ്വസ്ഥമായി കിടക്കാമെന്ന് നമ്മൾ വിചാരിക്കല്ലേ. ഇപ്പോ നമ്മുടെ സർക്കാരൊക്കെ കുറച്ചുകൂടി ശക്തിയായത് കൊണ്ടാണ് ഇതെല്ലാം കുത്തഴിയാൻ പോകാണ്. അപ്പോൾ അർജുനന് ഭാര്യയെ പണയം വയ്ക്കേണ്ട ഗതികേട് വന്നില്ലേ? അർജുനന് വനവാസത്തിലേക്ക് പോകേണ്ട വന്നില്ലേ? ചൂതുകളിയിലെ പാണ്ഡവർക്ക് തോക്കേണ്ട വന്നില്ലേ? രാജ്യം നഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഭഗവാൻ ഒന്ന് രക്ഷിക്കാമായിരുന്നില്ലേ? നോക്കൂ, കാലദോഷം എന്ന് പറഞ്ഞൊരു സാധനം കിടപ്പുണ്ട്. അവിടെ ഈശ്വരനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ കാലദോഷത്തിന്റെ പാരമ്യതയിൽ ഈശ്വരൻ നമ്മളെ രക്ഷിക്കും. പക്ഷേ കാലദോഷത്തെ തടുക്കാൻ പറ്റില്ല. ഈശ്വരനെ സത്യത്തിൽ അങ്ങ് പിടിച്ചു നിർത്താമായിരുന്നില്ലേ? ഈ കാലത്തെ പിടിച്ചു നിർത്താൻ പറ്റില്ലേ? പറ്റില്ല. നോക്കൂ, നമുക്കൊരു 50 വയസ്സുണ്ട്. അപ്പം നമ്മൾ കുറച്ച് കുഴപ്പമില്ല, ഒരു ഇതൊക്കെ ആരോഗ്യമൊക്കെ ഉണ്ട്. പക്ഷെ 10 കൊല്ലം കഴിഞ്ഞാലോ? നമ്മൾ എത്ര വലിയ ഭക്തനാന്ന് പറഞ്ഞാലും നമുക്ക് 60 വയസ്സാകും. ഇത് നമ്മുടെ കുറ്റമാണോ? അല്ല. എന്നാൽ ഈശ്വരൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? കാലം എന്ന് പറഞ്ഞ ഒരു ഘടകം കിടപ്പുണ്ട്. ഇന്നത്തെ
ഈ ലോകത്തിൻ്റെ ഈ കുഴപ്പങ്ങളൊക്കെ കാണുമ്പോൾ അമിതമായിട്ട് നമ്മൾ ചിന്തിച്ച് തലപോയ്ക്കേണ്ട കാര്യമില്ല. കാര്യമെങ്കിൽ ഇതെല്ലാം കാലാനുസൃതമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്തിനാ ഗീതാജ്ഞാനം നൽകിയത്? നോക്കൂ, ഈ കാലദോഷത്തിൻ്റെ പുറകില് ഒരു കർമ്മദോഷം കിടപ്പുണ്ട്. കാലം കലിയുഗമാണ്, അത് തടുക്കാൻ പറ്റൂല. പക്ഷേ ഈ കലിയുഗത്തിന് കാരണം നമ്മുടെ തെറ്റായ കർമ്മങ്ങൾ അല്ലെങ്കിൽ വികർമ്മങ്ങളാണ്. അതിന് കാരണം അറിവില്ലായ്മയാണ്. അപ്പൊ അവിടെ ഈശ്വരൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കർമ്മദോഷം അങ്ങ് മാറ്റിയെടുക്കും. എങ്ങനെ? അജ്ഞാനത്തിൽ നിന്നുണ്ടായ വികർമ്മങ്ങൾ ജ്ഞാനം നൽകി ശ്രേഷ്ഠ കർമ്മങ്ങളാക്കി ആ ശ്രേഷ്ഠ കർമ്മം കൊണ്ട് ഈ ലോകത്തെ തിരിച്ചിടാനുള്ള ബുദ്ധി, ശക്തി ഭഗവാന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ഒരു പ്രഹേളികയാണ്. കാലദോഷം വന്നതുകൊണ്ടാണ് അവിടെ പാണ്ഡവരെ ഭഗവാന് സഹായിക്കാൻ പറ്റാതിരുന്നത്. പിന്നെ അവിടെ ഗീതാജ്ഞാനം കൊടുക്കുന്ന എന്തിനാണ്? അല്ലെങ്കിൽ പാണ്ഡവരുടെ തേര് തെളിച്ചതിന് വേണ്ടിയിട്ടാണ്. ഈ കർമ്മദോഷം മാറ്റി ഈ ലോകത്തെ നന്നാക്കി എടുക്കാനുള്ള കഴിവ് ഭഗവാന്റെ അടുത്തുണ്ട്. അപ്പൊ ഗീതാജ്ഞാനം കൊടുക്കുന്ന സമയം കാലദോഷം അതിന്റെ അങ്ങേയറ്റത്ത് നിൽക്കാണ്, കർമ്മദോഷം അതിന്റെ അങ്ങേയറ്റത്ത് നിൽക്കാണ്. അതുകൊണ്ട് കടുത്ത ദുഃഖങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിസന്ധിയിൽ ഈശ്വരൻ നമ്മളെ സഹായിക്കും. ആ സഹായം സ്ഥൂലമായിട്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. സ്ഥൂലമായി നമ്മൾ ഈശ്വരൻ അങ്ങ് കുറെ ധനമൊക്കെ നൽകുമെന്ന് വിചാരിക്കരുത്. കാരണം ഇപ്പൊ സ്ഥൂലമായ ധനം വന്നാൽ ഒന്നുകൂടി പ്രതിസന്ധി കൂടുള്ളൂ. പകരം അനേക ജന്മങ്ങളിലെ സ്ഥൂലമായ സമ്പത്ത് പോലും നമുക്ക് നൽകുന്ന, നമ്മളെ കുബേരന്മാരാക്കി തീർക്കുന്ന അതിശ്രേഷ്ഠമായ ഗീതാജ്ഞാനം ഭഗവാൻ നമുക്ക് നൽകും. എന്നിട്ട് ഈശ്വരൻ നമ്മളോട് കൽപ്പിക്കും, ഒരു യുദ്ധം നിങ്ങൾ ചെയ്യണം. മറുഭാഗത്ത് കൗരവര്, അധർമ്മികള് ആയുധങ്ങൾ ഉണ്ടാക്കി ഈ ലോകത്തെ നശിപ്പിക്കാൻ പോകുമ്പോൾ ഈശ്വരൻ തന്റെ ഭക്തർക്ക്, ശ്രേഷ്ഠരായ ഭക്തർക്ക് കൊടുക്കുന്ന ദൗത്യം ഇതാണ്: ആത്മജ്ഞാനമെടുത്ത് മനഃശുദ്ധി കൊണ്ടുവരിക. ആ മനഃശുദ്ധി നിങ്ങൾക്ക് കൈവരാണെങ്കിൽ ഈ ലോകം നിങ്ങളുടെ കയ്യിലിരിക്കും. ആ യുദ്ധം നിങ്ങൾ ചെയ്യണം, ഞാൻ തേര് തെളിക്കും. ഗീത പരമരഹസ്യത്തിന്റെ ശാസ്ത്രമാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് ഗീതയിലേക്ക് കടക്കാം. നരനൊരു വരം ദൈവം കൊടുത്തു, നരൻ പവിത്ര സ്വരൂപനാകും വരം. നരനൊരു വരം ദൈവം കൊടുത്തു, നരൻ പവിത്ര സ്വരൂപനാകും വരം. നരന്റെ ദുർഗുണങ്ങൾ മാറ്റാൻ, നരനൊരു ദേവരൂപനാകാൻ. നരന്റെ ദുർഗുണങ്ങൾ മാറ്റാൻ, നരനൊരു ദേവരൂപനാകാൻ. നരനൊരു വരം ദൈവം കൊടുത്തു, നരൻ പവിത്ര സ്വരൂപനാകും വരം. പാരിലൊരു പരമപദം നേടാൻ, പരമാത്മാവിൻ ദിവ്യഗുണം നേടാൻ. പാരിലൊരു പരമപദം നേടാൻ, പരമാത്മാവിൻ ദിവ്യഗുണം നേടാൻ. പവിത്രമാകൂ
രാജയോഗിയാകൂ പതിത പവനനാം ദൈവത്തെ സ്മരിക്കൂ. പവിത്രമാകൂ രാജയോഗിയാകൂ പതിത പവനനാം ദൈവത്തെ സ്മരിക്കൂ. നരനൊരു വരം ദൈവം കൊടുത്തു, നരൻ പവിത്ര സ്വരൂപനാകും വരം. സ്വാർത്ഥത മാറി നിസ്വാർത്ഥമാകാൻ, സ്വഭാവത്തിലാത്മഭാവം നേടാൻ, സ്വാർത്ഥത മാറി നിസ്വാർത്ഥമാകാൻ, സ്വഭാവത്തിലാത്മഭാവം നേടാൻ. സ്വരൂപമാകൂ സദ്ഗുണസ്വരൂപമാകൂ, സ്വമാനധാരിയാം സഹജയോഗിയാകൂ. സ്വരൂപമാകൂ സദ്ഗുണസ്വരൂപമാകൂ, സ്വമാനധാരിയാം സഹജയോഗിയാകൂ. നരനൊരു വരം ദൈവം കൊടുത്തു, നരൻ പവിത്ര സ്വരൂപനാകും വരം. നരനൊരു വരം ദൈവം കൊടുത്തു, നരൻ പവിത്ര സ്വരൂപനാകും വരം. നരന്റെ ദുർഗുണങ്ങൾ മാറ്റാൻ, നരനൊരു ദേവരൂപനാകാൻ. നരന്റെ ദുർഗുണങ്ങൾ മാറ്റാൻ, നരനൊരു ദേവരൂപനാകാൻ. നരനൊരു വരം ദൈവം കൊടുത്തു, നരൻ പവിത്ര സ്വരൂപനാകും വരം.